ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിദ ഫാത്തിമ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ടെസ്റ്റുകൾ കാണിക്കാനാണ്, ടെസ്റ്റുകളും റെഫറൻസുകളും കാണിക്കാനാണ്. ഞാൻ 10th CBSEയിലെ ഒരു സ്റ്റുഡൻ്റാണ്. 25 തൊട്ട് 26 ഇയറിൽ ഞാൻ 10th സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ വർഷം 10th ഒക്കെ പഠിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ലോണം പഠിക്കാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഞാൻ സ്വന്തമായി എനിക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന കുറച്ച് ടെസ്റ്റുകളും റെഫറൻസുകളും ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്കൂളിലെ ടെസ്റ്റുകൾ തന്നെ കാണിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ സ്കൂളിലെ ടെസ്റ്റുകൾ നോക്കാം. ഇത് മലയാളമാണ്. മലയാളം 9ഉം 10ഒക്കെ ഫുള്ള് ഇങ്ങനെ പ്രിൻ്റ് ഔട്ടാണ്. എനിക്ക് 9ലും പ്രിൻ്റ് ഔട്ടായിരുന്നു. പിന്നെ എക്കണോമിക്സ് ഒരു 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ. വളരെ കുറച്ചാണ്. 5 തന്നെ പഠിക്കാൻ തന്നെ മെനക്കേടായിരിക്കും. ഇത് സയൻസാണ്. ഇത് ഒരു 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് തിരിച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഇത് മാത്സ് എല്ലാം അടിപൊളി ഇതാണ്. 14 ചാപ്റ്റേഴ്സ് ഉണ്ട് മാത്സിന്. ഇത് മലയാളത്തിൻ്റെ സപ്ലിമെൻ്ററി റീഡറാണ്. ചട്ടമ്പി സ്വാമികൾ. കഴിഞ്ഞതിന് 9 നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ചായിരുന്നു പഠിക്കാനുള്ളത്. അതിലൊരു 19 പാഠങ്ങളാണ്ട് ഉണ്ടായിരുന്നു. അതിൽ അങ്ങേര് ജനിച്ചത് തൊട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങേരെ പണ്ടത്തെ എല്ലാവരെ കുറിച്ചും പഠിക്കണമായിരുന്നു. അപ്പൂപ്പൻ്റെ പിന്നെ മോൻ, അവരെ മോൻ, അങ്ങനെ പഠിച്ച് വരണമായിരുന്നു. ഇത് പൊളിറ്റിക്സ്. ഇതിലൊരു എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല, കാരണം പിന്നെ നോക്കാം. 5 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ കാണും. കോഴ്സ് 5-6 ചാപ്റ്റേഴ്സ്. ഹിസ്റ്ററിയൊക്കെ എല്ലാം കഥ അറിഞ്ഞിരിക്കണം. അതെ, ഭയങ്കര കുറച്ച് കഥയൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് ഹിസ്റ്ററി എഴുതാൻ പറ്റും. നല്ലോണം കുറേ ഡേറ്റുകൾ ഓർത്തിരിക്കണം. അതെല്ലാം വേണം ഹിസ്റ്ററിയിൽ. പിന്നെ ഇംഗ്ലീഷ് പിന്നെ പണ്ടേ പൊളിയാണ്. നമ്മൾ എക്സാമിൻ്റെ തലേന്ന് ഞാനൊക്കെ ഫുള്ളിരുന്ന് സമ്മറി ആയിരിക്കും എല്ലാത്തിൻ്റെയും. നമ്മൾ യൂട്യൂബിൽ കിട്ടുമല്ലോ, ഷോർട്ട് സമ്മറി കിട്ടും. ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഒതുങ്ങുന്ന. അതിരുന്ന് എല്ലാം കേൾക്കും. എന്നിട്ട് പോയിരുന്ന് എക്സാം എഴുതും. കുറച്ച് ഗ്രാമറും കൂടെയൊക്കെ മനസ്സിലാക്കി എഴുതും. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിരിക്കുന്ന ടെസ്റ്റുകൾ. ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ജോഗ്രഫി കിട്ടാറുണ്ട്. പിന്നെ കുറച്ച് സപ്ലിമെൻ്ററി റീഡർ, ഇംഗ്ലീഷിൻ്റെ സപ്ലിമെൻ്ററി റീഡർ കിട്ടാറുണ്ട്. അങ്ങനെ കുറച്ച് കിട്ടാറുണ്ട് ഇനി. അപ്പം ഇനി എൻ്റെ ഇരിക്കുന്ന കുറേ റെഫറൻസുകളാണ്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് റിഫറൻസ് നോക്കാം. ഇത് രണ്ടും എൻ്റെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് മാത്തമാറ്റിക്സ്, ഗോൾഡൻ്റെ മാത്തമാറ്റിക്സ് ആണ്. ഇതും എൻ്റെ ഉണ്ടായിരുന്നതാണ്, ഗോൾഡിന് തന്നെ സോഷ്യൽ സയൻസ്. ഇത് 3 years ബാക്കുള്ള ബുക്കാണ്. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ കുറേ കട്ടഡ് പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതൊക്കെ മാറ്റി തിരിച്ചും പഠിച്ചാൽ മതി. ഇത് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ സയൻസിൻ്റെയാണ് കേട്ടോ. സയൻസ് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ തന്നെ സോഷ്യൽ സയൻസ് ആണ്. 4 വിഷയം ഉണ്ടല്ലോ സോഷ്യൽ സയൻസിൽ. ഇപ്പം അത് പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ തന്നെ മാത്തമാറ്റിക്സ് ആണ്. മാത്സിൻ്റെ റെഫറൻസുകൾ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. കാരണം മാത്സിന് നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാം. മാത്സിനൊക്കെ ആയാലും ഫിസിക്സിൽ നിന്നും ഒരു ലിമിറ്റ് എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഇടാം നമുക്ക്. ഇംഗ്ലീഷിൻ്റെ റെഫറൻസാണ്. ഇംഗ്ലീഷ് റെഫറൻസ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് അത് ഗോൾഡിൻ്റെയാണ് കേട്ടോ. ഇത് ഗോൾഡൻ. ഇത് സയൻസിൻ്റെ ലബോറട്ടറി മാനുവൽ. AP6 കിട്ടുമോ നോക്കട്ടെ. AP6. അടുത്ത ഫുൾ മാർക്സിൻ്റെ സോഷ്യൽ സയൻസ്. ഫുൾ മാർക്സ് നല്ലതാണ്. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് പെട്ടെന്നായിട്ട് നോക്കിയതേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഫുൾ മാർക്കിൻ്റെ സയൻസും ഉണ്ട്. കുറേ 3 ടൈപ്പ് റെഫറൻസ് ഉണ്ട്. പിന്നെ ഇത് മലയാളമാണ്. ഇത് സിലബസിനെ ബേസ് ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. നമ്മളെ ടെസ്റ്റിലുള്ള എല്ലാം അതേ ചാപ്റ്റേഴ്സ്
സിലബസ് ബേസ് ചെയ്ത് വന്നിരിക്കുന്നത്. സിലബസ് തന്നെയാണ് ഇത്. പിന്നെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ പര്യായപദം, ആ ഒരു ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് ഉള്ള പര്യായപദമുണ്ട്, നാനാർത്ഥമുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ് നമുക്ക്. ഈ സ്കൂളിൽ നിന്ന് തരണ ഇതൊക്കെ തന്നെയാണ്. എന്നാലും സമാസമുണ്ട്, എതിർലിംഗമുണ്ട്, സന്ധിയുണ്ട്, മാതൃ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കവിനെ കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എല്ലാം പറയുന്നു. ഒരു ചാപ്റ്റർ എടുത്ത കവി, അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. അപ്പം ഇത് ഇത്രയുമാണ് എൻ്റെ ഇരിക്കുന്ന റെഫറൻസുകളും ബുക്കുകളും. പിന്നെ ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. ഇതാണ് മിനി നോട്ട്ബുക്ക്. എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഞാൻ 10ൽ ഉപയോഗമാകുമെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. കാരണം ഞാനിപ്പോൾ 9ലായിരുന്നപ്പം എല്ലാം ഇക്വേഷൻസ് ഒക്കെ പലയിടത്താണ് കിടക്കുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഒക്കെ ആയിരിക്കുമല്ലോ ഇക്വേഷൻസ് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തപ്പിപ്പറക്കാൻ കുറച്ച് മെനക്കേടാണ്. ഫൈനൽ ടൈമിൽ എടുത്ത് വെച്ച് നോക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, ചിലതൊക്കെ മിസ്സായി പോകും. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു ബുക്ക് മേടിക്കാം. ഇതിപ്പോൾ ഞാൻ 3 മേടിച്ചിരിക്കുന്നത്. ഒന്ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് വേണ്ടിയാണ്. മാത്സിനായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പം അതിൻ്റെ ചാപ്റ്റർ എഴുതുക, അവസാനം അല്ലെങ്കിൽ അന്നെന്ന് പറയുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണോ ഇതിലോട്ട് കൂടെ നോട്ട് ചെയ്തിടാം. ഫൈനൽ എക്സാം നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം ഇത് എല്ലാ ക്ലാസ്സിലും നല്ലതാണ്. 9 പഠിക്കുന്നവരായാലും മേടിച്ചാൽ കൊള്ളാം. നിങ്ങൾ മേടിച്ച് നോക്കുക കേട്ടോ. 10 രൂപയാണ് 1. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ബുക്കും റെഫറൻസും കാണിക്കുക, ഇത്രയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ബുക്കുകളൊന്നും ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചിലത് മാത്രമാണ് കിട്ടാതെ ഉള്ളൂ. ഇനി കുറച്ച് സപ്ലിമെൻ്ററി ബുക്കുകളൊക്കെ ഉള്ളൂ കിട്ടാൻ. അപ്പം ഇത്രയൊക്കെയാണ്. ഇനി 10 എഴുതാൻ പോകുന്നത്, 10ൻ്റെ ബോർഡ് എക്സാം അടുത്ത ഇയർ ആയിരിക്കും ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നല്ലോണം പഠിക്കുക, എഴുതുക. ഓക്കെ. ഇപ്പം ഇപ്പം 10 കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരും +2 കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് കാത്തിരിക്കുന്നവർക്കും നല്ലോണം എക്സാം എഴുതി മാർക്കൊക്കെ മേടിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.